ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെസിഗ്നേഷൻ ഓഫ് ബിയറിങ്സിനെ പറ്റിയിട്ടാണ്. കോമ്പസ് സർവേയുടെ ഫസ്റ്റ് വീഡിയോയിൽ ബിയറിങ്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു റെഫറൻസ് ഡയറക്ഷനിൽ നിന്ന് മെഷർ ചെയ്യുന്ന ആംഗിളുകളെയാണ് ബിയറിങ്സ് എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഈ കോമ്പസ് സർവേയിൽ നമ്മൾ ഒരിക്കലും ആംഗിൾ എന്നുള്ള ടേം യൂസ് ചെയ്യില്ല, പകരം ബിയറിങ്സ് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുക. ബിക്കോസ് ഇവിടെ എല്ലാ ആംഗിളുകളും ഒരു ഫിക്സഡ് ഡയറക്ഷനിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്, ഒരു റെഫറൻസ് ഡയറക്ഷനിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവ ബിയറിങ്സ് ആണ്. കോമ്പസ് സർവേയുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് കോമ്പസുകളെ പറ്റി പറഞ്ഞിരുന്നു, പ്രിസ്മാറ്റിക് കോമ്പസും സർവേയേഴ്സ് കോമ്പസും. അപ്പോൾ ഈ രണ്ട് കോമ്പസ് ഉപയോഗിച്ചും ബിയറിങ്സ് മെഷർ ചെയ്യുന്ന ടൈമിൽ ആ ബിയറിങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. രണ്ടിലും രണ്ട് സിസ്റ്റം ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡിനെ അതിനാണ് ഈ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ച പ്രിസ്മാറ്റിക് കോമ്പസിൽ കിട്ടുന്ന ബിയറിങ്ങുകൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലാണ്. പിന്നീട് പറഞ്ഞ സർവേയേഴ്സ് കോമ്പസിൽ ബിയറിങ്ങുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റത്തിലാണ്. അപ്പോൾ അതെന്താണ് നോക്കാം. ഈ പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ ബിയറിങ്ങുകൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും മാഗ്നറ്റിക് നോർത്തിൽ നിന്നാണ്. ഓക്കെ, അതായത് ഹോൾ സർക്കിൾ ബിയറിങ്ങിൻ്റെ കേസിൽ അല്ലെങ്കിൽ പ്രിസ്മാറ്റിക് കോമ്പസിൽ നമ്മൾ ആംഗിളുകൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും മാഗ്നറ്റിക് നോർത്തിൽ നിന്നാണ്, ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മാഗ്നറ്റിക് നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എപ്പോഴും ആംഗിളുകൾ മെഷർ ചെയ്യുക. ദാറ്റ് ഈസ് ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഒരു മാഗ്നറ്റിക് നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എല്ലാ ആംഗിളുകളും മെഷർ ചെയ്യുന്നതെങ്കിൽ ആംഗിളിൻ്റെ വാല്യൂ 0 മുതൽ 360 ഡിഗ്രി വരെ ഉണ്ടാവും. ഓക്കെ, 0 മുതൽ 360 ഡിഗ്രി വരെ ഉണ്ടാകും ആംഗിളിൻ്റെ വാല്യൂ. അപ്പോൾ ഈ പേരിൽ തന്നെ നമുക്കറിയാം ഹോൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 0 to 360 ഡിഗ്രി വരെ ഉണ്ടാവും. അതാണ് ഈ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ബിയറിങ്ങുകളുടെ വാല്യൂ 0 മുതൽ 360 ഡിഗ്രി വരെ ഉണ്ടാവും. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് അസിമുത്തൽ സിസ്റ്റം. പ്രിസ്മാറ്റിക് കോമ്പസിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണിത്. ഇനി സർവേയേഴ്സ് കോമ്പസിൽ യൂസ് ചെയ്യുന്ന ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്നും പറയാറുണ്ട്. രണ്ടും ഈക്വലി യൂസ് ചെയ്യുന്ന ടേമാണ് ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റം, റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ആംഗിൾസ് നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ മെഷർ ചെയ്യാം. ഇതിൽ പറഞ്ഞ പോലെ നോർത്തിൽ നിന്ന് മാത്രമല്ല, ക്വാഡ്രൻ്റൽ ബിയറിങ്ങിലേക്ക് വരുമ്പോൾ ബിയറിങ്ങുകൾ നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ മെഷർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോർത്തിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മെഷർ ചെയ്യാം. ഓക്കെ, അതുകൂടി ശ്രദ്ധിക്കണം. ആംഗിൾ ക്യാൻ ബി മെഷേർഡ് either from north or south direction and it can be in clockwise or anti-clockwise direction. അപ്പോൾ ഈ ഒരു കേസിൽ ആംഗിളുകളുടെ വാല്യൂ 0 മുതൽ 90 ഡിഗ്രി വരെ മാക്സിമം വരുള്ളൂ. ഓക്കെ, 0 to 90 ഡിഗ്രിയാണ് മാക്സിമം ആംഗിളിൻ്റെ വാല്യൂസ് വരിക. അപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്ന് മെഷർ ചെയ്യണം എന്നത് എങ്ങനെയാണ് തീരുമാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സർവേ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഏത് ഡയറക്ഷനോടാണോ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ആ ഡയറക്ഷനിൽ നിന്ന് വേണം ആ സർവേ ലൈനിലോട്ടുള്ള ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സർവേ ലൈൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നോർത്തിന് അടുത്തായിരിക്കും, അപ്പോൾ നോർത്തിൽ നിന്ന് ആ സർവേ ലൈനിലേക്കുള്ള ആംഗിൾ വേണം മെഷർ ചെയ്യാൻ. ഇനി സർവേ ലൈൻ ഇവിടെ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ സൗത്തിൽ നിന്ന് ആ സർവേ ലൈനിലേക്കുള്ള ആംഗിൾ വേണം മെഷർ ചെയ്യാൻ. നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നോക്കാം, അപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ഹോൾ സർക്കിൾ ബിയറിങ് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എ ബി എന്നുള്ള സർവേ ലൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എ എന്നുള്ള പോയിന്റിൽ നമ്മൾ കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡയറക്ഷൻസ് ഒക്കെ കിട്ടും, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇനി നമുക്ക് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്, അതായത് പ്രിസ്മാറ്റിക് കോമ്പസ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നോർത്തിൽ നിന്നുള്ള ആംഗിളാണ് മെഷർ ചെയ്യുക, അതായത് നോർത്ത് ഡയറക്ഷനിൽ നിന്ന് ഈ ഒരു സർവേ ലൈനിലേക്കുള്ള ആംഗിൾ അതാണ് നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ ഒരു 45 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗിലാണെങ്കിൽ ആ ബിയറിംഗ് എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് ബിയറിംഗ് ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. എത്രയാണോ കിട്ടുന്നത് ആ വാല്യൂ തന്നെയാണ് ഹോൾ സർക്കിൾ ബിയറിംഗിൽ എഴുതേണ്ടത്. ഇനി ഇതേ സാധനം നമ്മൾ ക്വാഡ്രൻ്റൽ ബിയറിംഗിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ, എ ബി എന്നുള്ള സർവേ ലൈൻ ഉണ്ട്, എയിൽ നമ്മൾ കോമ്പസ് വെച്ചു, ഇവിടെ സർവേയേഴ്സ് കോമ്പസ് ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എല്ലാ ഡയറക്ഷൻസും മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 45 ഡിഗ്രി തന്നെയാണ് ഇവിടെയും കിട്ടുക. അതിൽ മാറ്റമൊന്നുമില്ല, ബട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക, നോർത്ത് 45 ഡിഗ്രി ഈസ്റ്റ്, നോർത്ത് 45 ഡിഗ്രി ഈസ്റ്റ് എന്നാണ് എക്സ്പ്രസ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക? കാരണം ഇവിടെ നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ നമുക്ക് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞു ബിയറിങ്ങുകൾ. അതുകൊണ്ട് തന്നെ ഏത് ഡയറക്ഷനാണ് നമ്മൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ നോർത്തിൽ നിന്നാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് നോർത്ത് നിന്ന് ആദ്യം എഴുതി. 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞു, ഇപ്പോൾ 45 ഡിഗ്രി ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും വരാം.
അപ്പോൾ ഏത് ഭാഗത്തേക്കാണ് മെഷർ ചെയ്തതെന്ന് മനസ്സിലാക്കാനാണ് 45 ഡിഗ്രി ഈസ്റ്റ് എന്ന് എഴുതുന്നത്. അപ്പോൾ നോർത്തിൽ നിന്ന് 45 ഡിഗ്രി ടുവേഴ്സ് ഈസ്റ്റ് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഈ ബിയറിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സർവേ ലൈൻ അവിടെ പ്ലോട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണ് ഈ സർവേ ലൈൻ വന്നത്. അതായത് നോർത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അതായത് ഈ ലൈനിന് മുകളിലേക്ക് ഏതെങ്കിലും സർവേ ലൈൻ വരികയാണെങ്കിൽ അത് നോർത്ത് എന്നുള്ള ഡയറക്ഷനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് നോർത്തിൽ നിന്നാണ് മെഷർ ചെയ്യുക. ഇനി ഈ ലൈനിന് താഴെ ഏതെങ്കിലും സർവേ ലൈൻ വരികയാണെങ്കിൽ അത് സൗത്ത് ഡയറക്ഷനോടായിരിക്കും ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ സൗത്തിൽ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുമ്പോൾ, അതായത് നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ സർവേ ലൈൻ വരുന്നതെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും രണ്ട് സിസ്റ്റത്തിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴും ആംഗിളിൻ്റെ വാല്യൂ ഇസ് ദ സെയിം, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ക്വാഡ്രന്റ് ബിയറിംഗിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബിയറിംഗിലേക്ക് വരുമ്പോൾ അതിന് മുന്നിൽ ഒരു നോർത്തും അതിൻ്റെ എൻഡിലൊരു ഈസ്റ്റും കൂടി ചേർക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എവിടെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വാഡ്രന്റിലേക്ക് പോകാം. അതായത് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണ് ഒരു സർവേ ലൈൻ വരുന്നതെങ്കിൽ ഇത് സംഭവിക്കും. ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു സർവേ ലൈൻ വരുന്നുണ്ട്. ഇപ്പോൾ ഹോൾ സർക്കിൾ ബിയറിംഗ് പ്രകാരം നമ്മൾ എന്താ എപ്പോഴും നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആംഗിൾ മെഷർ ചെയ്യുക. അതൊരു 120 ഡിഗ്രി കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും ബിയറിംഗ് ഈക്വൽ ടു 120 ഡിഗ്രി. ഇനി അത് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇതേ സാധനം തന്നെ, പക്ഷെ നമ്മുടെ സർവേ ലൈൻ എവിടെയാണെന്ന് നോക്കണം. സർവേ ലൈൻ സൗത്ത് ഡയറക്ഷനോട് ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. അല്ലെങ്കിൽ ഈ ലൈനിന് താഴെ ഏത് വന്നാലും സൗത്ത് ഡയറക്ഷനോട് ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ സൗത്തിനോട് ക്ലോസ് ആയിട്ട് ഉണ്ടാകുമ്പോൾ സൗത്തിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ആംഗിളാണ് മെഷർ ചെയ്യേണ്ടത്. പക്ഷെ അതിവിടെ തന്നിട്ടുണ്ടോ? നമ്മളിത് നേരത്തെ ഹോൾ സർക്കിൾ ബിയറിംഗിൽ പറഞ്ഞ അതേ വാല്യൂ ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സർവേസ് കോമ്പസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഈ ആംഗിളാണ് കിട്ടുക. ഇനി അതല്ല, ഹോൾ സർക്കിൾ ബിയറിംഗിൽ കിട്ടിയ വാല്യൂ തന്നിട്ടുള്ളൂ, എന്നിട്ട് അത് ക്വാഡ്രന്റൽ ബിയറിംഗിലേക്ക് മാറ്റാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഹോൾ സർക്കിൾ ബിയറിംഗിൽ കിട്ടിയ വാല്യൂവിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കിട്ടും? ഒരു ലൈനിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി എന്നറിയാലോ. ഈ ഒരു ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. ഈ നോർത്ത് സൗത്ത് എന്നുള്ള ലൈനിൻ്റെ ഇവിടെയുള്ള ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. ഇത് 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. 180 മൈനസ് 120 ദാറ്റ് ഈസ് 60. അപ്പോൾ നമുക്ക് ഈ ആംഗിളിനെ ഈ കിട്ടിയ ബിയറിങ്ങിനെ ഇനി എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യാം? ബിയറിംഗ് ഈസ് ഈക്വൽ ടു സൗത്ത് 60 ഡിഗ്രി ഈസ്റ്റ്. ഓക്കെ, സൗത്ത് 60 ഡിഗ്രി ഈസ്റ്റ്. സൗത്തിൽ നിന്ന് 60 ഡിഗ്രി ടുവേഴ്സ് ഈസ്റ്റ്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് സ്പെസിഫൈ ചെയ്യണം. ഇനി അത് എങ്ങോട്ടാണ് നമ്മൾ മെഷർ ചെയ്തത് എന്നും സ്പെസിഫൈ ചെയ്യണം. അങ്ങനെയാണ് ക്വാഡ്രന്റൽ ബിയറിംഗിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഹോൾ സർക്കിൾ ബിയറിംഗിൽ 120 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ അത് ക്വാഡ്രന്റ് ബിയറിംഗിലേക്ക് മാറ്റിയപ്പോൾ സൗത്ത് 60 ഡിഗ്രി ഈസ്റ്റ് എന്നായി. അതായത് ആംഗിളിൻ്റെ വാല്യൂവിൽ മാറ്റം വന്നു. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അത് ക്വാഡ്രന്റൽ ബിയറിംഗിലേക്ക് അല്ലെങ്കിൽ റെഡ്യൂസ് ബിയറിംഗിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് വേണ്ട ആംഗിളിൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക? 180 ഡിഗ്രിയിൽ നിന്ന് ഹോൾ സർക്കിൾ ബിയറിംഗ് മൈനസ് ചെയ്താലാണ് ക്വാഡ്രന്റൽ ബിയറിംഗിൻ്റെ വാല്യൂ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു സർവേ ലൈൻ വരികയാണ്. സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലാണ് ഈ സർവേ ലൈൻ വരുന്നത്. നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗിൽ നോർത്ത് നിന്നുള്ള ക്ലോക്ക് വെസ്റ്റ് ഡയറക്ഷനിൽ ആംഗിൾ മെഷർ ചെയ്തു. ദാറ്റ് ഈസ് 210 ഡിഗ്രി, 210 ഡിഗ്രിയാണ് വരുന്നത്. ഇനി ഇതിനെ ക്വാഡ്രന്റൽ ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനോട് ക്ലോസ് ആയിട്ടാണ് ഈ ലൈൻ ഉള്ളത്? സൗത്ത് ഡയറക്ഷനോട് അല്ലേ. അപ്പോൾ സൗത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള ആംഗിളാണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ കിട്ടും? ഈ തന്നിരിക്കുന്ന ഹോൾ സർക്കിൾ ബിയറിംഗിൻ്റെ വാല്യൂവിൽ നിന്ന് 180 മൈനസ് ചെയ്താൽ, അത് ഈ ഒരു ആംഗിളാണ് 180. ഓക്കെ, തന്നിരിക്കുന്ന ടോട്ടൽ വാല്യൂവിൽ നിന്ന് 180 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ മാത്രം നമുക്ക് കിട്ടും. ഇത് 30 ഡിഗ്രി. അപ്പോൾ നമുക്കിത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ബിയറിംഗ് ഈസ് ഈക്വൽ ടു സൗത്തിൽ നിന്ന് 30 ഡിഗ്രി ടുവേഴ്സ് വെസ്റ്റ്. ഓക്കെ, വെസ്റ്റ് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ് എന്ന് വേണം അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ സർവേസ് കോമ്പസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ 30 ഡിഗ്രിയുള്ള വാല്യൂ ആണ് കിട്ടുക. ഇനി അതല്ല, ഹോൾ സർക്കിൾ ബിയറിംഗ് തന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിലാണ് നമ്മൾ ഈ 180 ഡിഗ്രി മൈനസ് ഹോൾ സർക്കിൾ ബിയറിംഗ് മൈനസ് 180 ഡിഗ്രി ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വാഡ്രന്റ് ദാറ്റ് ഈസ് നോർത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നതെങ്കിൽ ഈ ലൈനിന് മുകളിൽ വരുമ്പോൾ അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നോർത്തിനോട് ചേർന്നാണ് വരുന്നത്. പക്ഷേ ഹോൾ സർക്കിൾ ബിയറിംഗിൽ അതൊന്നും ബാധകമല്ല. നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ഇത് മെഷർ ചെയ്യണം. ദാറ്റ് ഈസ് 320 ഡിഗ്രി കിട്ടിയെന്ന് വിചാരിക്കാം. അതിനി ക്വാഡ്രന്റൽ ബിയറിംഗിലേക്ക് മാറ്റുമ്പോഴോ നോർത്തിനോട് ചേർന്നിട്ടാണ് ഈ ലൈൻ വരുന്നത്. അപ്പോൾ നോർത്തിൽ നിന്ന് അവിടേക്കുള്ളത് മെഷർ ചെയ്താൽ മതി. ക്യാൻ ബി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓൾസോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ആ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ 360 ഡിഗ്രി ആണ്. അതിൽ നിന്ന് 320 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്നതായിരിക്കും 40 ഡിഗ്രി. അപ്പോൾ അതാണ് ഇവിടുത്തെ ആംഗിളിൻ്റെ വാല്യൂ. അപ്പോൾ അതെങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യും? നോർത്തിൽ നിന്ന് 40 ഡിഗ്രി ടുവേഴ്സ് വെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വാഡ്രന്റൽ ബിയറിംഗിൽ
ഈ ഫോർത്ത് ക്വാഡ്രന്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക. അതായത് ആംഗിളിൻ്റെ വാല്യൂ ഹോൾ സർക്കിൾ ബിയറിംഗ് തന്നിട്ട് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ 360 മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ ഏത് ക്വാഡ്രന്റിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ നോർത്തിൽ തന്നെയാണ് മെഷർ ചെയ്യുക ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുകൊണ്ട് വാല്യൂ 0 to 360 ഡിഗ്രി വരെ ഉണ്ടാവും. നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ക്വാഡ്രന്റൽ ബിയറിംഗിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ്, ദാറ്റ് ഈസ് നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ നോർത്ത് ആംഗിളിൻ്റെ വാല്യൂ ഈസ്റ്റ് എന്നാണ് എഴുതുക. ഓക്കെ, അതേപോലെ സെക്കൻഡ് ക്വാഡ്രന്റ് സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ സൗത്ത് ആംഗിളിൻ്റെ വാല്യൂ ഈസ്റ്റ് എന്നാണ് എഴുതുക. ഓക്കെ, ഇനി തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ സൗത്ത് ആംഗിളിൻ്റെ വാല്യൂ വെസ്റ്റ് എന്ന് എഴുതും. ഇനി ഈ നോർത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ നോർത്ത് ആംഗിളിൻ്റെ വാല്യൂ വെസ്റ്റ് എന്നാണ് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ടേബിൾ കാണിച്ചിരിക്കുന്നത് എങ്ങനെ ഹോൾ സർക്കിൾ ബിയറിങ്ങിനെ റെഡ്യൂസ്ഡ് ബിയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. അതായത് തൊട്ട് മുൻപ് കാണിച്ച ഈ ഫിഗറില്ലേ, ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടേബിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എ ബി എന്നുള്ള ലൈൻ, അതായത് ഹോൾ സർക്കിൾ ബിയറിംഗ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് 0-ന്റെയും 90-ന്റെയും ഇടയിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്ന് മനസ്സിലാക്കാം. അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അപ്പോൾ ഈ റെഡ്യൂസ്ഡ് ബിയറിങ്ങിൻ്റെയും ഹോൾ സർക്കിൾ ബിയറിങ്ങിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കും. ഓൺലി ഡിഫറൻസ് ഈസ് നമ്മൾ റെഡ്യൂസ് ബിയറിങ്ങിൽ എഴുതുന്ന സമയത്ത് മുൻപിലൊരു നോർത്തും അതിൻ്റെ എൻഡിലൊരു ഈസ്റ്റും ആഡ് ചെയ്യണം. നോർത്ത് വാല്യൂ ഈസ്റ്റ് എന്നാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് കിട്ടുന്ന ഹോൾ സർക്കിൾ ബിയറിംഗ് 90-ന്റെയും 180 ഡിഗ്രീൻ്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്, അഥവാ സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ നമുക്ക് റെഡ്യൂസ് ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആംഗിളിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ 180 ഡിഗ്രിന്ന് ഇവിടെ കിട്ടിയിട്ടുള്ള ഹോൾ സർക്കിൾ ബിയറിംഗ് മൈനസ് ചെയ്യണം. എന്നിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ സൗത്ത് ആംഗിൾ ഈസ്റ്റ് എന്ന് വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 180-ന്റെയും 270 ഇടയിലാണ് നമുക്ക് കിട്ടുന്ന ഹോൾ സർക്കിൾ ബിയറിംഗ് എങ്കിൽ അത് തേർഡ് ക്വാഡ്രന്റിലായിരിക്കും, അഥവാ സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അപ്പോൾ അത് റെഡ്യൂസ് ബിയറിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോൾ സർക്കിൾ ബിയറിംഗിൽ നിന്ന് 180 ഡിഗ്രി മൈനസ് ചെയ്യണം. ആൻഡ് അത് എക്സ്പ്രസ് ചെയ്യുമ്പം സൗത്ത് ആംഗിൾ വെസ്റ്റ് എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇനി 270-ന് 360-ന്റെ ഇടയിൽ വരുന്നൊരു ഹോൾ സർക്കിൾ ബിയറിംഗ് ആണെങ്കിൽ റെഡ്യൂസ് ബിയറിംഗിലേക്ക് മാറ്റുമ്പോൾ ആ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 360-ൽ നിന്ന് തന്നിരിക്കുന്ന WCB അല്ലെങ്കിൽ ഹോൾ സർക്കിൾ ബിയറിംഗ് മൈനസ് ചെയ്യുക. എന്നിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നോർത്ത് ആംഗിൾ വെസ്റ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ റെഡ്യൂസ് ബിയറിങ്ങിനെ തിരിച്ച് ഹോൾ സർക്കിൾ ബിയറിംഗിലേക്കും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നോർത്ത് ആംഗിൾ ഈസ്റ്റ് എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്കറിയാം അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആകുമ്പോൾ വാല്യൂവിൽ ചേഞ്ച് ഇല്ല, WCB ആയാലും RB ആയാലും. അപ്പോൾ ജസ്റ്റ് വാല്യൂ എഴുതിയാൽ മതി, അത് ഹോൾ സർക്കിൾ ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്, സൗത്ത് ആംഗിൾ ഈസ്റ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്കത് ഹോൾ സർക്കിൾ ബിയറിംഗ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, 180-ൽ നിന്ന് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എത്രയാണോ അത് മൈനസ് ചെയ്യണം. റെഡ്യൂസ് ബിയറിംഗ് എത്രയാണോ മൈനസ് ചെയ്യണം, എന്നാലാണ് ഹോൾ സർക്കിൾ ബിയറിംഗിൻ്റെ വാല്യൂ കിട്ടുക. അത് ജസ്റ്റ് എഴുതുക. 90-ന്റെയും 180-ന്റെ ഇടയിലായിരിക്കും സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ. അതുപോലെ സൗത്ത് തീറ്റ വെസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് റെഡ്യൂസ് ബിയറിംഗിലുള്ള വാല്യൂ ആണ്. അതിനെ ഹോൾ സർക്കിൾ ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 180-ന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് 180-നും 270 ഇടയിലൊരു വാല്യൂ ആണ് ഹോൾ സർക്കിൾ ബിയറിംഗിൽ കിട്ടുക. അതേപോലെ നോർത്ത് 5 വെസ്റ്റ് എന്നാണെങ്കിൽ നമുക്ക് ഹോൾ സർക്കിൾ ബിയറിംഗിലുള്ള വാല്യൂ കിട്ടാൻ വേണ്ടി 360-ൽ നിന്ന് ഈ 5 അഥവാ ഈ റെഡ്യൂസ് ബിയറിംഗ് മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്തായാലും 270-നും 360-ന്റെ ഇടയിലായിരിക്കും ഹോൾ സർക്കിൾ ബിയറിംഗ്. ഇതാണ് ഡെസിഗ്നേഷൻ ഓഫ് ബിയറിംഗ്. താങ്ക് യു.